നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 4 മാസം കൊണ്ട് പെയ്യേണ്ട മഴ 4 മണിക്കൂറിൽ പെയ്തു. മഴ ഇപ്പോഴും സംഹാര താണ്ഡവമാടുന്നു. അമേരിക്കയെ വിറപ്പിച്ച് സർവനാശം വിതച്ചുകൊണ്ട് പ്രളയം. ടെക്സസിലെ ഗ്വാഡലൂപ്പെ നദി ഇളകി മറിയുകയാണ്. മരണം 25 കടന്നു. ഇനിയും മരണസംഖ്യ ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി പേരെ കാണാതായി. നിരവധി പേർക്ക് പരിക്ക് പറ്റി. പ്രതികൂല കാലാവസ്ഥയിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരം. ഇത് ഭയാനകമെന്ന് പ്രതികരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 1 മണിക്കൂറിൽ 24 അടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത്. 24 അടി എന്നാൽ 2 നില കെട്ടിടത്തിലും ഉയരമെന്നാണ് വിവരം. 1987 ശേഷം ആദ്യമായാണ് അപകടകരമാകുന്ന രീതിയിൽ നദിയിൽ ജലനിരപ്പ് ഉയരുന്നതെന്ന് റിപ്പോർട്ട്. ഗ്വാഡലൂപ്പെ നദിയിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെലികോപ്റ്ററുകൾ പറന്നെത്തിയിട്ടും കുടുങ്ങിക്കിടക്കുന്ന പലരെയും രക്ഷിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നതെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു. ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണെങ്കിലും ഇവർ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രക്ഷാപ്രവർത്തകരെ വലയ്ക്കുന്നുണ്ട്. വലിയ തോതിൽ ചെളിയും നിറഞ്ഞുകൊണ്ടാണ് പുഴയിൽ വലിയ വെള്ളക്കെട്ടുണ്ടായത്. ഈ ചെളി പ്രദേശത്തേക്ക് പരന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ ഭയപ്പെടുന്നത് ഈ ചെളിക്കുള്ളിലേക്ക് ഏതെങ്കിലും മനുഷ്യർ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നതെങ്കിൽ, ഈ ചെളിയിൽ ഏതെങ്കിലും മനുഷ്യർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ജീവനോടെ തിരികെ കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയും രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട്. ശനിയാഴ്ച പുലർച്ചെയാണ് ഗ്വാഡലൂപ്പെ നദിയിൽ അപ്രതീക്ഷിതമായി വെള്ളപ്പാച്ചിലുണ്ടായത്. വെള്ളിയാഴ്ച രാവിലെ ദുരന്ത പ്രതിരോധ വിഭാഗം മുന്നറിയിപ്പുകൾ നൽകിയെങ്കിലും പ്രയോജനം ഒന്നും ഉണ്ടായില്ല. അതിനു മുൻപ് തന്നെ വലിയ വിപത്ത് അമേരിക്കയെ വിഴങ്ങുകയായിരുന്നു. അസാധാരണ മഴ നിരവധി മിന്നൽ പ്രളയങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. കെർവിലിന് സമീപമുള്ള ഹണ്ട് എന്ന പട്ടണത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ വെറും 3 മണിക്കൂറിനുള്ളിൽ പെയ്ത മഴ ആ പ്രദേശത്ത് 100 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഴയായാണ് കണക്കാക്കപ്പെടുന്നത്. ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അധികൃതരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടെ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്വകാര്യ വേനൽക്കാല ക്യാമ്പിലുണ്ടായിരുന്ന 20ലധികം പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട്. ഇവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഈ ക്യാമ്പിന്റെ ഡയറക്ടറും സഹ ഉടമയുമായ ജെയിൻ റാഗ്സ്ഡെയിൽ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് പറഞ്ഞ ട്രംപ് നാശനഷ്ടം കുറയ്ക്കാൻ ടെക്സാസ് ഗവർണർ ഗ്രെഗ് അബോട്ടുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ബോട്ടുകളും ഉപയോഗിച്ച് 200ലധികം പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 45 മിനിറ്റിനുള്ളിൽ ടെക്സസിലുള്ള ഗ്വാഡലൂപ്പെ നദി 26 അടി ഉയർന്നുവെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ നദീതീരത്തായിരുന്നു പെൺകുട്ടികളെ കാണാതായ വേനൽക്കാല ക്യാമ്പ് സ്ഥിതി ചെയ്തിരുന്നത്. 700ഓളം കുട്ടികൾ ഈ ക്യാമ്പിന്റെ ഭാഗമായിരുന്നു. എന്നാൽ മിന്നൽ പ്രളയമുണ്ടായ ഘട്ടത്തിൽ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് വിവരങ്ങൾ. ടെക്സാസിലെ ഹിൽ കൺട്രിയിലും എഡ്വേർഡ്സ് പ്ലാറ്റോയിലും കുറഞ്ഞത് 1.8 ട്രില്യൺ ഗാലൻ മഴ പെയ്തതായി പറയുന്നുണ്ട്. അധികം മഴ പെയ്താൽ സമീപത്തെ ജില്ലകളിൽ മിന്നൽ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ ദേശീയ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ജപ്പാനിൽ സുനാമി ഉണ്ടാകുമെന്ന തൽസുഖിയുടെ പ്രവചനവുമായി ചിലർ ടെക്സാസ് പ്രളയത്തെ സാമ്യപ്പെടുത്തുന്നുണ്ട്. ശനിയാഴ്ച പുലർച്ചെ ദുരന്തമുണ്ടായെങ്കിലും അതിന്റെ രീതിയും സ്ഥലവും മാറിപ്പോയി എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചകൾ വരുന്നത്. എന്നാൽ മലയാളികൾ മറ്റൊരു തരത്തിലാണ് ഈ ചർച്ചയെ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പോയതിനെ ഇതുമായി കൂട്ടിച്ചേർത്താണ് മലയാളികൾ കമന്റ് ഇടുന്നത്. മതിയായ മുന്നറിയിപ്പുകൾ കേരളം തന്നിട്ടും കൃത്യമായ ഒരു സംരക്ഷണം ഒരുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ള തരത്തിലൊക്കെ പരിഹാസമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അതിര് കടന്നു പോകുന്ന പരിഹാസങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ മുരളി തുമ്മാരുകൂടി ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് അദ്ദേഹം ഈ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടെക്സസിൽ ഇന്നലെ ഉണ്ടായത് അവിശ്വസനീയമായ മിന്നൽ പ്രളയമാണെന്നും മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്നും UN ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകൂടി പ്രതികരിച്ചിരിക്കുന്നത്. ടെക്സസിലെ പ്രളയം പല കാരണങ്ങളാൽ അതിശയകരമാണെന്ന് അദ്ദേഹം കുറിച്ചു. അമേരിക്കയിലെ കാലാവസ്ഥാ ഏജൻസികൾക്കൊന്നും മിന്നൽ പ്രളയം പ്രവചിക്കാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്.
അദ്ദേഹത്തിന്റെ പോസ്റ്റ് പൂർണ്ണമായി ഒന്ന് പരിശോധിച്ചു നോക്കാം. അവിശ്വസനീയമായ മിന്നൽ പ്രളയം. ടെക്സസിൽ ഇന്നലെ ഉണ്ടായ മിന്നൽ പ്രളയം പല കാരണങ്ങൾ കൊണ്ട് അതിശയകരമായാണ്. 1 മണിക്കൂറിൽ 24 അടി ഉയരത്തിലാണ് നദിയിൽ ജലം ഉയർന്നത്. 24 അടി എന്നാൽ 2 നില കെട്ടിടത്തിലും ഉയരമാണ്. സാധാരണഗതിയിൽ വളരെ വിശ്വസനീയമായ കാലാവസ്ഥാ പ്രവചനങ്ങളാണ് വികസിത രാജ്യങ്ങളിലുള്ളത്. വരുന്ന വീക്കെൻഡിൽ പിക്നിക്കോ ക്യാമ്പിങ്ങോ ബാർബിക്യൂവോ ഒക്കെ നടത്തണമെന്ന് വെതർ ഫോർകാസ്റ്റ് നോക്കി പ്ലാൻ ചെയ്യാം. ഇതിനു പുറമെ അടുത്ത 3-6 മണിക്കൂറിൽ വരുന്ന മാറ്റങ്ങൾ പറയാൻ നൗകാസ്റ്റിംഗ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കൃത്യം ലൊക്കേഷൻ അനുസരിച്ച് അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതിനൊന്നും ഈ മിന്നൽ പ്രളയം പ്രവചിക്കാനോ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനോ സാധിച്ചില്ല. 24 പേർ മരിച്ചുവെന്നും ക്യാമ്പിങ്ങിന് പോയ 25 കുട്ടികളെ കാണാനില്ല എന്നുമാണ് വാർത്തകൾ. മഴയുടെ തീവ്രത കൂടും എന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഏറെ മുന്നേ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്ന ഒരു പ്രത്യാഘാതമാണ്. ഇത് ലോകത്തിലെവിടെയും ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതിതീവ്രതയിൽ മഴ പെയ്യുമ്പോൾ അത് മിന്നൽ പ്രളയമായി, മണ്ണിടിച്ചിലായി, ഉരുൾപൊട്ടലായി, ഡാമുകളുടെ കവിഞ്ഞൊഴുക്കും തകർച്ചയുമായി, നഗരങ്ങളിലെ വെള്ളക്കെട്ടായി ഒക്കെ മാറും. ഇതിപ്പോൾ കേരളത്തിൽ ഏതാണ്ട് പതിവായിട്ടുണ്ടല്ലോ. മാറുന്ന കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. കാലാവസ്ഥാ പ്രവചനം, മുന്നറിയിപ്പ് രീതികൾ, രക്ഷാപ്രവർത്തനം, അണക്കെട്ടുകളുടെ മാനേജ്മെന്റ്, ലാൻഡ് യൂസ് പ്ലാനിംഗ്, അർബൻ പ്ലാനിംഗ്, റോഡുകളും റെയിൽവേയും ഒക്കെ ഉണ്ടാക്കുന്നത് എന്നിങ്ങനെ പലതും. ടെക്സസിൽ നിന്നുള്ള പാഠങ്ങൾ അമേരിക്കയ്ക്ക് മാത്രമുള്ളതല്ല. ഇതായിരുന്നു മുരളി തുമ്മാരുകുടി കുറിച്ചത്. അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. കേരളത്തിനും ഇതൊക്കെ ബാധകമാണ്. കാരണം കേരളത്തിൽ 2018 തൊട്ട് ഇങ്ങോട്ട് എന്തെല്ലാം ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളാണ് നമ്മൾ എല്ലാ വർഷവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുക്കം നമ്മളെ പൂർണ്ണമായും പിഴുതെറിഞ്ഞ വയനാട് ദുരന്തം. അതിൽ നിന്ന് ഇതുവരെ നമ്മൾ മുക്തമായിട്ട് പോലുമില്ല. അമേരിക്കയെ പൂർണ്ണമായും വിഴുങ്ങിക്കൊണ്ടാണ് മഴ പെയ്ത്തും അതുപോലെ തന്നെ പുഴകളിലെ നീരൊഴുക്ക് കൂടുന്നതും ജലം വലിയ രീതിയിൽ പ്രവഹിച്ച് പുറത്തേക്ക് ഒഴുകുന്നതും. എന്നാൽ മലയാളികൾക്ക് അതൊന്നുമല്ല വിഷയം. പിണറായി വിജയൻ അമേരിക്കയിൽ പോയതുമായി ബന്ധപ്പെടുത്തിയാണ് അവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ചില കമന്റുകളുണ്ട്. ആ കമന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. അമേരിക്കയെ പ്രളയം മുക്കിയതോടെ സോഷ്യൽ മീഡിയയിൽ മലയാളികളുടെ കമന്റുകളുടെ ആറാട്ടാണ്. എന്തു ദുരന്തം വന്നാലും നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള ദുരന്ത വാർത്തകൾ കാണുമ്പോൾ അതിൽ പോയി കമന്റ് ഇടാറാണല്ലോ പതിവ്. ഇത്തവണയും മലയാളികൾ പതിവ് തെറ്റിച്ചിട്ടില്ല. പ്രത്യേകമായി പിണറായി വിജയൻ അമേരിക്കയിൽ എത്തിയതിനെ പരാമർശിച്ചുകൊണ്ടാണ് എല്ലാവരും കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ സകല സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ദുരന്ത സൂചന നൽകിയിട്ടും വേണ്ടത്ര മുൻകരുതൽ എടുക്കാതിരുന്നത് ട്രംപ് ഭരണകൂടത്തിന്റെ വീഴ്ച തന്നെയാണെന്നാണ് ഒരാളുടെ കമന്റ്. 10 ദിവസം ഇത് ഉണ്ടാകും, അത് കഴിഞ്ഞാൽ പഴയതുപോലെയാകും. അത്രയ്ക്ക് പവറുള്ള കാരണഭൂതമല്ലേ അങ്ങോട്ട് വിമാനം കയറിയിരിക്കുന്നത്. പുലർച്ചെ ഒരു 4 മണിയോടടുത്തായിരിക്കുമല്ലേ ദുരന്തമുണ്ടായത്. കേരളത്തിൽ ഇന്നു മുതൽ തെളിഞ്ഞ കാലാവസ്ഥ. അമേരിക്കൻ ദുരിതാശ്വാസ നിധി ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുക. ബേബി സഖാവ് അമേരിക്കയെ നിരീക്ഷിച്ച് വേണ്ടത് പാർട്ടി തീരുമാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ ട്രംപ് ഇത്രയും പ്രതീക്ഷിച്ചു കാണില്ല. മുഖ്യമന്ത്രിയെ നമുക്ക് എങ്ങനെയും പാകിസ്ഥാൻ വരെ ഒന്ന് പറഞ്ഞയക്കണം. അത് കഴിഞ്ഞ് ചൈനയിലും. അതോടെ ഡിഫൻസിനായി ഒരു പൈസ പോലും ഇന്ത്യക്ക് ചെലവാക്കേണ്ടി വരില്ല. അമേരിക്കയിൽ പ്രളയം വന്നതിന് നമ്മുടെ മുഖ്യമന്ത്രിയെ ട്രോളുന്നതായി CPM പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി മാത്രം കമന്റ് ഇടുക. വരണ്ടുണങ്ങിയ അമേരിക്കയിൽ ജലം പ്രവഹിച്ച പിണറായി വിജയനെ അമേരിക്കയുടെ പരമോന്നത പദവി നൽകി ട്രംപ് ആദരിച്ചു തുടങ്ങിയ രീതിയിലൊക്കെയുള്ള പരിഹാസ കമന്റുകളൊക്കെയാണ് മലയാളികൾ പങ്കുവച്ചിരിക്കുന്നത്. ഒരു ദുരന്ത മുഖത്താണ് അമേരിക്ക നിൽക്കുന്നത്. നിരവധി മനുഷ്യരെ കാണാതെ പോയിട്ടുണ്ട്. അതിലൊക്കെ വേവലാതിപ്പെട്ട് അവിടെ എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അതിനെ ആഘോഷിച്ചുകൊണ്ടാണ് ഇവിടെ മലയാളികൾ പലരും കമന്റുകൾ രേഖപ്പെടുത്തുന്നത്. ഇത് മലയാളികൾ മാത്രമല്ല, അമേരിക്കയിലെ മലയാളികൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ടാണ് കമന്റുകൾ പങ്കുവയ്ക്കുന്നത്. ഒരു കണക്കിന് മുഖ്യമന്ത്രിയെ അവർ ഈ രീതിയിലൊക്കെ പരിഹസിക്കുന്നത് അവർ അവരുടെ ഒരു എതിർപ്പും അല്ലെങ്കിൽ ഈ സർക്കാരിനോടുള്ള എതിർപ്പും ഒക്കെയാണ് പ്രകടിപ്പിക്കുന്നത്. കോട്ടയത്തെ കെട്ടിടം തകർന്നു വീണതോടുകൂടി ഈ സർക്കാരിനെ പൂർണ്ണമായും തോട്ടിലെറിഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ.